ോടൊപ്പം മുൻ മേയർ ഈ തെരഞ്ഞെടുപ്പിന് UDFന് ചുക്കാൻ പിടിച്ച ഈ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ ഉണ്ട്. അദ്ദേഹം നമ്മളോട് കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്പോഴുള്ള സീറ്റിനേക്കാൾ ഒരു സീറ്റെങ്കിലും ഞങ്ങൾ അധികം നേടിയിരിക്കും എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ ഒരു മാസമായി ടി.ഒ. മോഹനൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഓരോ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അതൊക്കെ വിജയം കണ്ടിട്ടുണ്ട് എന്നാണ്. കൊറ്റാളി എന്ന് പറയുന്നത് CPMന്റെ ഉരുക്കുകോട്ട എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചു. നമ്മൾ തന്നെ പലവട്ടം വാർത്തകളിൽ പറഞ്ഞതാണ് കൊറ്റാളിയൊന്നും ഒരു തരത്തിലും ഇളകാൻ പോകുന്നില്ല, കൊറ്റാളി വരെ ഞങ്ങൾ പിടിക്കുമെന്ന് ടി.ഒ. മോഹൻ ഇന്നലെ വരെ നമ്മളോട് പറഞ്ഞിരുന്നു. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 36 ഡിവിഷനുകളിലാണ് UDF വിജയിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഒരു വിജയശില്പി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു UDFന്റെ ഒരു വിജയശില്പിയായി തന്നെ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും ഉൾപ്പെട്ട ആ ടീം അതിവരുടെ ഒരു വിജയം എന്ന് തന്നെ നമുക്ക് ഒരു മധുര പ്രതികാരം കൂടി ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പഞ്ഞിക്കയിൽ PK രാഗേഷിന്റെ ദയനീയമായ ഒരു പരാജയമാണ്. അവിടെ കോൺഗ്രസിനെ 4ാം സ്ഥാനത്തേക്കാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ സംഭവിച്ചത് ഉമേഷ് കണിയാങ്കണ്ടി അവിടെ വിജയക്കൊടി പാറിക്കുന്നതാണ്. എന്തായാലും PK രാഗേഷിന്റെ ആ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു സമാപനം അല്ലെങ്കിൽ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നുള്ള ഒരു വഴിയടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ ഇപ്പോൾ നമ്മളോടൊപ്പം. ആദ്യം തന്നെ ഈ UDFന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ടി.ഒ. മോഹൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം UDF വളരെ ശക്തമായി ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടവും ഇല്ലാതെ നിലനിർത്താൻ കഴിഞ്ഞു. നിങ്ങളുടെ ഭരണ നേതൃത്വത്തിന് നൽകിയ പിന്തുണ, ജനങ്ങളുടെ പിന്തുണ, അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ ആത്മവിശ്വാസം, ആ മുഖത്തുണ്ടായിരുന്ന ചിരി, അത് ഈ വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ്, അതൊക്കെ തന്നെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ UDF കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം തുടരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഏത് ഘട്ടത്തിലും പറഞ്ഞത് 5 വർഷക്കാലത്തെ ഭരണം, അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം, കണ്ണൂരിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടാണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകും എന്ന് ബോധ്യമായ ഇടതുപക്ഷം, CPM പ്രത്യേകിച്ച്, അവർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ വ്യാജമായ ഒരുപാട് പ്രചരണങ്ങൾ, ആ പ്രചരണ സമയത്ത് ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, കോർപ്പറേഷൻ ഭരണസമിതി ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ തെറ്റായ രൂപത്തിൽ ചെയ്തെങ്കിൽ അധികാരം ഗവൺമെൻറ് അത് ഇടതുപക്ഷത്താണ്, അവർക്ക് പോലീസാം, വിജിലൻസിനെ ഉപയോഗിക്കാം, കേസെടുക്കാം. അപ്പോൾ ഇതൊന്നുമില്ലാതെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഒക്കെ നമ്മളതിൻ്റെ ഘോഷയാത്രയാണ് കണ്ടത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, ജനങ്ങൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ എന്തെങ്കിലും നല്ലത് ചെയ്തെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ഒരു പ്രാദേശിക സർക്കാർ എന്നുള്ള രൂപത്തിൽ ജനങ്ങളാണ്. അവർ അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ ആ അനുഭവിക്കുന്നതിന് കാരണക്കാരായി പ്രവർത്തിച്ച ഭരണ സംവിധാനത്തെ ആക്ഷേപിച്ചും എതിർത്തും സംസാരിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും. അവരത് മധുരമായി തന്നെ അത് തെറ്റാണെന്ന് എതിർത്ത കാര്യങ്ങൾ മുതലുള്ള എതിർത്തത്, എക്സ്പ്രസ് ഹൈവേ എതിർത്തത്, ഗ്രീൻഫീൽഡ് റോഡിനെ എതിർത്തത്, ആ എതിർത്ത പാരമ്പര്യമുള്ള CPM ഇപ്പോൾ പുതിയ വാദവുമായി ഞങ്ങളാണ് വികസനത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അത് എളുപ്പം ജനങ്ങൾ വിശ്വസിക്കില്ല. ആ ജനങ്ങൾ അത് വിവേകത്തോടെ പ്രതികരിക്കും. 5 വർഷത്തെ ഭരണം കണ്ണൂരിൻ്റെ മാത്രമല്ല മറ്റു കോർപ്പറേഷനുമായിട്ട് താരതമ്യം ചെയ്യാം. 4 വർഷക്കാലം ഇതിനു മുൻപുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണവുമായിട്ട് താരതമ്യം ചെയ്താൽ അതൊക്കെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും. 4 വർഷം കണ്ണൂരിൻ്റെ ഭരണത്തിന്, കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 4 വർഷം കോർപ്പറേഷന് നഷ്ടമുണ്ടായത് ജനങ്ങൾക്കാണ്. ആ ഭരണത്തിന് നേതൃത്വം കൊടുത്തത് CPM ആണ്. അത്തരമൊരു ഭരണ പാരമ്പര്യം മാത്രമുള്ള CPM ഈ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ് ഒരു AI വീഡിയോ ഉണ്ടാക്കി, ആർട്ടിഫിഷ്യൽ വീഡിയോ ഉണ്ടാക്കിയിട്ട് മുമ്പാകെ പ്രദർശിപ്പിച്ചിട്ട് ഇതാ കണ്ണൂർ ഇങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ രൂപീകരിച്ച നാൾ മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തു ചെയ്തു എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കും. അവിടെ ഒന്നും ചെയ്യാതെ കണ്ണൂരിൽ എന്താണ് ഇത്ര പ്രത്യേകത? കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ച അന്ന് മുതൽ ഇടതുപക്ഷമാണ്, ഇപ്പോഴും UDFന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. തിരുവനന്തപുരം അത് BJPയുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു. കൊച്ചിയും തൃശ്ശൂരും കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു.
കോഴിക്കോട് അവർ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഭരണം അവർക്ക് കിട്ടിയത്. അപ്പോൾ കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള വികസന പ്രവർത്തനം ഒന്നും നടത്താത്ത ആളുകൾ കണ്ണൂരിലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഇതായിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇവരുടെ കയ്യിൽ ഇത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ പ്രചരിപ്പിച്ചതെന്നാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷവും കണ്ണൂരിൽ മാറ്റമുണ്ടായിട്ടില്ല എന്ന് ഒരു CPMൻ്റെ പ്രാദേശിക പ്രവർത്തകനും പറയില്ല. നഗര സൗന്ദര്യവൽക്കരണം എന്നത് കണ്ണൂരിൻ്റെ ആഗ്രഹമാണ് ജനങ്ങളുടേത്. അത് കണ്ണൂരിൽ നടപ്പാക്കാതെ നർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി നടപ്പാക്കുമ്പോൾ ഇവിടെയുള്ള ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കുകുത്തിയായി നിൽക്കുന്നു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മുഖത്ത് നോക്കി ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ചെലവാക്കുന്നതിൻ്റെ 10-1 തുകയെങ്കിലും കണ്ണൂർ നഗരത്തിൽ ചെലവാക്കി നഗരം ഒന്ന് മോടി പിടിപ്പിക്കണം, ഇത് ജില്ലാ ആസ്ഥാനമാണ് എന്ന് പറയാൻ ആർജവം കാണിക്കാത്ത ആളുകൾ ഈ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിനൊക്കെ തന്നെ തടസ്സം നിന്ന ആളുകളാണ് എന്ന് ഓർക്കണം. മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപം പറഞ്ഞു. അത് 1.5 വർഷം അനുമതി തരാതെ തിരുവനന്തപുരത്ത് വെച്ച് താമസിപ്പിച്ചത് ഞങ്ങളല്ല. പയ്യാമ്പലത്തിൻ്റെ നവീകരണം ഒരുപാട് ആളുകൾ ആക്ഷേപമുണ്ടാക്കി ആക്ഷേപഹാസ്യത്തിലൂടെ ഞങ്ങളെ വിമർശിച്ചു. പക്ഷേ ആ പയ്യാമ്പലത്തിനും നമ്മളൊരു നവീകരിച്ചു വലിയ നല്ല സംഭവമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ CRZൻ്റെ അനുമതി തരാതെ അവിടെയും തടഞ്ഞു വെച്ചു. അങ്ങനെ എത്ര കാര്യങ്ങൾ. വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു ഭരണകൂടം നടത്തിയാൽ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് നാട്ടിലുള്ള ആളുകളാണ്. അപ്പോൾ ഇത് തടസ്സപ്പെടുത്തുമ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക് അത് ലഭിക്കാതെ വരുന്നു എന്ന് അവർ അറിയുന്നില്ല. അതൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടം 55 കോടി രൂപ അനുവദിച്ചിട്ട് ആ 55 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ CPMൻ്റെ ഭരണം മാറി UDFൻ്റെ ഭരണം വന്നു എന്നതിൻ്റെ പേരിൽ 55 കോടി മാറ്റി 33 കോടിയിലേക്ക് അത് ചുരുക്കി മാറ്റുമ്പോൾ അത് കോർപ്പറേഷൻ്റെ കെട്ടിടം പൂർത്തിയാവില്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്കുണ്ടാകണം. വെറും സങ്കുചിതമായ രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന CPMൻ്റെ ധാർഷ്ട്യത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത്. ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ വിജയം. ഞങ്ങൾക്കെതിരെ നട്ടാൽ മുളക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച CPMൻ്റെ നയസമീപനത്തിനെതിരെയുള്ള വിധിയാണ് ഈ വിധി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പേരിട്ട് വിളിക്കുന്ന ഈ ഭരണ സംവിധാനം, ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലെ ഭരണം, ആ ഭരണം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ആ പിണറായിയുടെ കുടുംബത്തിലേക്ക് പോകുന്ന അഴിമതികൾ, ആ അഴിമതിക്കൊക്കെ തന്നെ കുടപിടിക്കുന്ന CPMൻ്റെ നേതാക്കന്മാർ, അവർക്കൊക്കെ എതിരെയുള്ള ഏറ്റവും വലിയ ജനവിധിയാണ്. ഈ ജനവിധിയിൽ ഇതുപോലുള്ള നല്ല ജനവിധി ഉണ്ടാക്കുന്നതിന് ജില്ലയിലെ കോർപ്പറേഷൻ പരിധിക്കകത്തെ CPMൻ്റെ പാർട്ടി അണികൾ പോലും ഞങ്ങളുടെ കൂടെ നിന്നു എന്നതാണ് പല ഡിവിഷനുകളിലെയും വിജയം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പം ഞങ്ങൾ 36 സീറ്റ് 2 സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വളരെ വ്യക്തതയോടെ ഓരോ സീറ്റും അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന സീറ്റുകളാണ് ഞങ്ങൾ ജയിക്കുക. ചില വലിയ തലകൾ ഉരുളുമെന്ന് പറഞ്ഞത് അതിനകത്ത് ഒന്ന് കുന്നാവായിരുന്നു, പക്ഷേ അത് 1 വോട്ടിനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മറ്റൊന്ന് കൊറ്റാളി ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സൗത്ത് ബസാർ 41 വോട്ടിനാണ് പരാജയപ്പെട്ടത്. എന്ന് വെച്ചാൽ ഞങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ചില സീറ്റുകളിൽ CPMും BJPയും മുന്നണിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. CPMും SDPIയുമായിട്ട് ചില ധാരണകളുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കാണേണ്ടത് ഒരു പാർട്ടിക്ക് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ച് പ്രവർത്തനം നടന്ന ഒരു പാർട്ടിക്ക് ഒരേ സമയത്ത് എങ്ങനെ ഹിന്ദു വർഗീയവാദികളായും മറുവശത്ത് മുസ്ലിം വർഗീയവാദികളായിട്ടും ഒക്കെ തന്നെ കൂട്ടുചേരാൻ കഴിയുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അവർ ചിന്തിക്കണം, എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്? അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ജനം അറിയാതിരിക്കാൻ എന്താണ് മാർഗം? ചില വിജയങ്ങൾ ഉണ്ടാകണം. ആ വിജയത്തിലൂടെ അതിനൊക്കെ മറച്ചു പിടിക്കാൻ പറ്റും എന്ന ചിന്തയാണ്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ അവർ പ്രബുദ്ധരായ ജനങ്ങളാണ്. അവർ നല്ല സാക്ഷരരാണെന്ന് മാത്രമല്ല, പ്രബുദ്ധരാണ്, ജനാധിപത്യ ബോധമുള്ളവരാണ്, പൗരബോധമുള്ളവരാണ്. ആ പൗരബോധമാണ് ഈ വോട്ടെടുപ്പിലൂടെ അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ നാട് നിലനിൽക്കണം, അത്തരം വർഗീയ പ്രചരണങ്ങൾ തള്ളിക്കളയണം, അത്തരം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം, അതിലൊക്കെ ഉപരിയായി വികസനത്തിന് കൂടെ നിൽക്കണം എന്നതാണ് അവരുടെ ആഗ്രഹം.
അത് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ളത് ഈ പഞ്ഞിക്കയിൽ PK രാഗേഷിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം, അതോടൊപ്പം തന്നെ 12 സ്ഥാനാർത്ഥികളെ നിർത്തി അവിടെയൊക്കെ UDFന്റെ വോട്ട് ഭിന്നിപ്പിച്ച് അവരെ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ UDFന്റെ ഭരണം ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ ചർച്ചയാകും. 17 റിബലുകൾ, ഇതൊക്കെയായിരുന്നു നമ്മൾ തുടക്കത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കി കൊണ്ടുവന്നത്. വലിയ രീതിയിൽ എല്ലാവരും മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുക, ഒന്നും പറയാൻ കഴിയില്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇതൊക്കെയായിരുന്നു വിലയിരുത്തലുകൾ ഉണ്ടായത്. പഞ്ഞിക്കയിൽ UDFന്റെ വിജയം അത് എങ്ങനെയാണ് കാണുന്നത്? PK രാഗേഷിന്റെ ആ പരാജയം ഒരു ഇരട്ടി മധുരമായോ UDFന്? അതിനകത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നും ഒരുപാട് 17 റിബലുകളൊക്കെ എന്നുള്ളത് CPMന്റെ വേർഷനാണ്. ആ CPMന്റെ വേർഷൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 1-2 സീറ്റ് അത് 40 വർദ്ധിപ്പിക്കും. അത് 40 സീറ്റ് വരെ എത്തിയാലും അത്ഭുതപ്പെടേണ്ട. ഞങ്ങളുടെ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടത് നമ്മൾ അറക്കൽ ഉൾപ്പെടെ അങ്ങനെയുള്ള സീറ്റുകൾ എണ്ണിയെടുത്താൽ മേലേച്ചുവ ഉൾപ്പെടെ ഒരു 3-4 സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെടും. അത് കൂടിയെടുത്താൽ 40 എന്ന് പറയുന്ന സംഖ്യയിൽ എത്തുമായിരുന്നു. അതിനകത്ത് ചെറിയ നോട്ടപ്പശകാവാം. അതിലപ്പുറം CPMന്റെ ചില നിലപാടുകൾ, ആ നിലപാടുകൾ BJPയുമായിട്ടുള്ള കൂട്ടുകെട്ട്, അതൊക്കെ ചില സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3ാം ഡിവിഷൻ എന്ന് പറയുന്ന കൊക്കേമ്പാറ CPM കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റാണെങ്കിൽ ആ സീറ്റിൽ CPM 3ാം സ്ഥാനത്തേക്ക് പോകുന്നു, BJP അവിടെ ജയിക്കുന്നു. CPMന് ശക്തി ക്ഷയിച്ചിട്ടാണ് എന്ന് അവർ പറയുമോ? അപ്പോൾ എന്തുകൊണ്ടത് സംഭവിച്ചു? അതുപോലെ തന്നെ തുളിച്ചേരി ഡിവിഷനിൽ CPM 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM വലിയ വോട്ടിന് വിജയിച്ച സീറ്റാണ്. ആ സീറ്റിലാണ് CPM 3ാം സ്ഥാനത്തേക്ക് പോകുന്നത്. PK രാഗേഷ് മത്സരിച്ച സീറ്റിൽ CPMന് 900 വോട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 400 കുറയാണ്. 500ഓളം വോട്ട് നഷ്ടപ്പെടുന്നു. എങ്ങോട്ട് പോകുന്നു നമ്മൾ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ പള്ളിയാമുലയിൽ വലിയ 200ഓളം വോട്ടിൻ്റെ കുറവ് CPMന് സംഭവിക്കുന്നു, ഇടതുപക്ഷത്തിന് സംഭവിക്കുന്നു. പല സീറ്റുകളിലും ഇതാണ് അവസ്ഥ. അപ്പം അതങ്ങനെ വരുമ്പോൾ നമ്മൾ കാണേണ്ടത് തെക്കി ബസാറിൽ ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയെ വിജയിപ്പിച്ചെടുക്കുന്നു. പരാജയം ഉറപ്പിച്ച ഏരിയ സെക്രട്ടറിയുടെ ഭാര്യ അവിടെ വിജയിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് മറ്റു ചില സീറ്റുകളിൽ BJPക്ക് ജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ടാണ്. കൃത്യമായ കണക്കുകൾ നമ്മളുണ്ട്. പാർട്ടി അണികൾ ചിന്തിക്കേണ്ടതുണ്ട്. പാർട്ടി നേതാക്കന്മാരുടെ ഞാൻ പറയട്ടെ, PK രാഗേഷിലേക്ക് എത്തും. ഏതായാലും പാർട്ടി അണികൾ, CPMന്റെ പാർട്ടി അണികൾ ചിന്തിക്കേണ്ടതുണ്ട്. പാർട്ടി എങ്ങനെ താഴോട്ട് പോകുന്നു, ആ താഴോട്ട് പോകുമ്പോഴും ചില സ്ഥലങ്ങൾ സുരക്ഷിതമാക്കി നിർത്താൻ അവർക്ക് കഴിയുന്നു. ഏരിയ സെക്രട്ടറിയുടെ ഭാര്യ വിജയിക്കുന്നു, തൊട്ടപ്പുറത്തെ വാർഡിൽ CPM 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കണം ആളുകൾ. 56 ഡിവിഷനിലെയും വോട്ടിംഗ് പാറ്റേൺ CPMന്റെ അണികൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ PK രാഗേഷൻ ചർച്ചയാക്കിയ നിങ്ങളാണ്. ഞാൻ ആദ്യം മുതൽ തന്നെ നിങ്ങൾ പറഞ്ഞത് 3 റിബലുകളും വിജയിക്കുമെന്നാണ്. ആ റിബലുകളുടെ അവസ്ഥ എന്താണ്? ആ റിബലുകളൊക്കെ തന്നെ ഞാൻ പറഞ്ഞോ വളരെ വ്യക്തമായിട്ട് വിജയിക്കുമെന്നൊക്കെ പലരും പറഞ്ഞു. മാധ്യമങ്ങളുടെ തന്നെ വലിയ റിബൽ കൊണ്ട് അതിൻ്റെ പേരിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്നാണ്. നമ്മൾ ആദികടലായി സീറ്റ് കഴിഞ്ഞ തവണ LDFന് കിട്ടിയതിൻ്റെക്കാൾ ഏകദേശം പകുതി വോട്ടാണ് ഇത്തവണ LDFന് കിട്ടിയിട്ടുള്ളത്. ആ വോട്ട് ഉൾപ്പെടെ UDFന് വന്നിരിക്കുന്നു. അപ്പോൾ UDF അവിടെ പരാജയപ്പെടുമെന്ന് പറഞ്ഞ റിജിൽ 713 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അഡ്വക്കേറ്റ് ഇന്ദിര അവിടെ വിജയിക്കുമെന്ന് പ്രചരണം നടത്തിയത് CPMകാരാ. അവർ വിജയിക്കുമെന്നല്ല പറഞ്ഞത്. അഡ്വക്കേറ്റ് ഇന്ദിര നല്ല വോട്ടിന് അവിടെ വിജയിച്ചു. അവിടെ കേവലം 800 വോട്ട് മാത്രമാണ് പോൾ ചെയ്തത്. അല്ല, 54ഓളം വോട്ടിന് അവിടെ വിജയിച്ചു. അതുപോലെ തന്നെ വാരം അവിടെ ഏറ്റവും വലിയ റിബലാണ് ജയിക്കുക എന്ന് പ്രചരണം നടത്തിയ ആളുകളുണ്ട്. അവിടെ നല്ല വോട്ട് ഏകദേശം 200ഓളം വോട്ടിനാണ് പിന്നെ KP താഹിർ അവിടെ വിജയിച്ചത്. പഞ്ഞിക്കയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ PK രാഗേഷിനെ പരാജയപ്പെടുത്തുക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ നിയോജക മണ്ഡലമാണത്. അത് കോൺഗ്രസ് ജയിക്കുക, അത് പരാജയപ്പെടുത്തേണ്ടത് രാഗേഷോ എന്നുള്ളതല്ല, ഞങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ്. പാർട്ടി ബോധമുള്ള പാർട്ടി പ്രവർത്തകന്മാരോട് ഞങ്ങൾ പറഞ്ഞത് പാർട്ടിയാണ് ശരി, പാർട്ടിയോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് അവിടുത്തെ വിജയം.
പക്ഷേ പി കെ രാഗേഷ് കുറച്ച് വോട്ട് അവിടെ വാങ്ങിയിട്ടുണ്ട്. ആ വോട്ട് വാങ്ങിയെങ്കിൽ ആ വോട്ട് നഷ്ടപ്പെട്ടത് സി പി എമ്മിൻ്റെ പക്ഷത്താണ്. അത് സി പി എമ്മിൻ്റെ വോട്ട് കൊടുത്ത് അവിടെ പി കെ രാഗേഷിനെ വിജയിപ്പിക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത പള്ളിയാമൂലയിൽ സി പി എമ്മിൻ്റെ വോട്ടുകൾ താഴേക്ക് പോയിരിക്കുന്നു. ആ വോട്ട് മറുവശത്ത് പി കെ രാഗേഷിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയുടെ ആ അക്കൗണ്ടിൽ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UDF ജയിക്കുമെന്ന് തോന്നുന്ന സീറ്റുകളിൽ CPM വോട്ട് മാറ്റി BJPക്ക് കൊടുത്തിട്ടുണ്ട്. ടെമ്പിൾ ഡിവിഷൻ സംഭവിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ തവണ തന്നെ അവർക്ക് വോട്ട് കുറവാണ്. ഇത്തവണ അതിനേക്കാൾ വോട്ട് കുറഞ്ഞ് BJPക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കിയത് CPM ആണ്. അപ്പോൾ BJP ജയിച്ച സ്ഥലത്ത് CPMൻ്റെ വോട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. BJP ജയിച്ച സ്ഥലത്ത് കോൺഗ്രസ് ആണ് രണ്ടാമതായിട്ടുള്ളത്, മൂന്നാം സ്ഥാനത്തല്ല. കോൺഗ്രസ് രണ്ടാമതാണ്, UDF രണ്ടാമതാണ്, CPM അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. ആ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് കോൺഗ്രസ് അവർക്ക് CPMന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, കോർപ്പറേഷൻ അധികാരത്തിൽ വരണം, എങ്ങനെയായാലും പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. അത് സഹകരണ തെരഞ്ഞെടുപ്പ് പോലല്ല, പിടിച്ചെടുക്കാൻ ജനങ്ങൾ വിട്ടുകൊടുത്താലേ പിടിച്ചെടുക്കാൻ പറ്റൂ. ജനങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനവർ കണ്ട ഒരു മാർഗം, ഒന്ന് കോൺഗ്രസിൻ്റെ UDFൻ്റെ സീറ്റുകൾ പരമാവധി കുറക്കണം, BJPക്ക് സീറ്റ് വർദ്ധിച്ചാലും. ഈ റിസൾട്ട് വായിച്ചെടുക്കുമ്പോൾ BJPക്ക് വന്ന 4 സീറ്റുകൾ, അത് മൂന്നാം ഡിവിഷൻ കൊക്കേമ്പാറയിൽ CPM ഒന്നാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോയി, അവിടെ BJP ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. 4ാം ഡിവിഷൻ അവിടെയും CPM ഇടതുപക്ഷത്തിൻ്റെ വോട്ടല്ല, ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞാൽ തുളിച്ചേരി, അവിടെ CPM നല്ല ശക്തമായ അടിത്തറയുള്ള സ്ഥലത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ള പോകുന്നു. അവിടെയും ടെമ്പിൾ ഡിവിഷൻ എന്താ അവസ്ഥ? CPM അതിൻ്റെ ഇടതുപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവിടെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കേണ്ടത്, BJPയെ വളർത്താൻ വേണ്ടി BJP പ്രവർത്തകരെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവരായിട്ട് CPM മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ നേതാക്കന്മാർ അവർ ആ നിലയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു, അണികൾ വഞ്ചിക്കപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആളുകൾ പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന സൈബർ പോരാളികൾ ഉൾപ്പെടെ പലർക്കും വന്ന് തെറി പറഞ്ഞ് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആ പാർട്ടി സഹാക്കന്മാർ, അവരൊക്കെ ഇതൊക്കെ ഒന്ന് വിലയിരുത്തണം നിഷ്പക്ഷമായിട്ട്. നിങ്ങൾ പക്ഷം പിടിച്ച് സൈബറിലൊക്കെ പോരാടിക്കോളൂ, പക്ഷേ നിഷ്പക്ഷമായിട്ട് ഇതൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് വേണം ഇതിനൊക്കെ പിന്തുണ കൊടുക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിജയം നേടിയതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ണൂർ നഗരത്തിൽ കണ്ടു. UDFൻ്റെ ആഹ്ലാദ പ്രകടനം, എല്ലാ UDFൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അണിനിരന്ന ഒരു ആഹ്ലാദ പ്രകടനം കണ്ണൂരിൽ കണ്ടു. വലിയ ആഹ്ലാദത്തിലാണ് UDF. അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ഒരു വിജയം കണ്ണൂർ ജില്ലയിലും നേടാൻ കഴിഞ്ഞു, സംസ്ഥാനത്താകെ നേടാൻ കഴിഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഒരു കളമൊരുങ്ങിയിരിക്കുന്നു UDFന് എന്നുള്ളതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും നിർണായകമായി കാണുന്നത്. എന്തായാലും തിരിച്ചടി അതിശക്തമാണ് LDFന് ലഭിച്ചത്. വലിയ ഒരു അടി, വലിയ ആഘാതം, മ്ലാനമാണ് CPM കേന്ദ്രങ്ങൾ. എന്ത് തന്നെയായാലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയല്ല ഒരിക്കലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുള്ളത്. അതേ രീതിയിൽ ഏതാണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള ഒരു വോട്ട് ഏകീകരണം എന്തായാലും UDFലേക്ക് ഉണ്ടായി. ഒരു UDFന്റെ ഒരു തരംഗം തന്നെ സംസ്ഥാനത്താകെ അലയടിച്ചു, ആഞ്ഞടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഒരു കളമൊരുങ്ങിയിരിക്കുന്നു UDFന്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറങ്ങാനുള്ള ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. തുടർഭരണം, മൂന്നാം പിണറായി സർക്കാർ തുടങ്ങിയ വാദങ്ങൾക്കൊക്കെ കനത്ത തിരിച്ചടി നൽകുന്ന രീതിയിൽ തന്നെയാണ് കേരള സംസ്ഥാനം വിധി എഴുതിയിട്ടുള്ളത്. ഇനി എന്താകും കേരള രാഷ്ട്രീയം എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണുകയും ചെയ്യാം.